ജെൻസി മോഡിലോട്ട് മാറുന്ന CPM ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളെല്ലാവരും പറയുന്നത് CPM-ഉം അവരുടെ പരമ്പരാഗതമായ ആ ഒരു എന്താ പറയുക സ്റ്റൈല് മാറ്റി ജെൻസി മോഡിലോട്ട് മാറുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ജെൻസി പ്രക്ഷോഭത്തിന് ശേഷം ഒരുപാട് പാർട്ടികൾക്ക് ഇവൻ 1925 രൂപീകരിക്കപ്പെട്ട RSSന് പോലും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു. ഇന്നലെ മോഹൻ ഭഗവത് വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നു. ഇന്നിപ്പം ഈ പറഞ്ഞ പോലെ CPM അവർ പറയുന്നത് അവരുടെ പാർട്ടി വരാൻ പോകുന്ന വിശാല യോഗങ്ങളിൽ 13 മുതൽ 16 വരാൻ പോകുന്ന സെപ്റ്റംബറിൽ നടക്കുന്ന പ്രോഗ്രാമിലടക്കം അപ്പം കോഴിക്കോട് നടക്കുന്ന ഈ പരിപാടിയിലടക്കം ഇത്തരത്തിൽ ജെൻസി മോഡുകൾ യുവാക്കളെ ആകർഷിക്കാൻ പറ്റിയ രീതിയിലോട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുള്ള CPM അഴിച്ചുപണി CPM-നുള്ളിൽ നടക്കാൻ പോകുന്നു. ഈവൻ കോൺഗ്രസ് പോലും ഇപ്പം ഇന്നലെ രാഹുൽ ഗാന്ധി അടക്കം സംസാരിക്കുമ്പോൾ യുവാക്കളെ കൂടെ നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് മൊത്തം 10 മിനിറ്റ് ആണെങ്കിൽ രാഹുൽ ഗാന്ധി 3 മിനിറ്റേ സംസാരിക്കുന്നുള്ളൂ. ബാക്കി വരുന്ന 7 മിനിറ്റ് യുവാക്കളെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. ഇത്തരത്തിൽ എല്ലാവരും യുവാക്കളോട് കോൺസെൻട്രേഷൻ ചെയ്യുന്നു. ഈവൻ RSS വരുന്നു. അപ്പോഴും മാറാത്ത ഒരു സാധനം BJP ആയിരുന്നു. പക്ഷെ ഇന്നലെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ യുവാക്കൾ അധിവസിക്കുന്ന സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് മൊത്തം അഭിസംബോധന നടത്തുന്നത്. പാതിരാത്രി മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വരുന്നത്. അതിന് വലിയ പല ട്രോളുകൾ നടക്കുന്നുണ്ട്. അപ്പം എന്തിനാ പണ്ടൊക്കെ അതായിരുന്നു ഭായിയോം ബഹനോ എന്ന് പറഞ്ഞു വരും. പക്ഷെ ഇപ്പൊ സാധനം മാറി, ട്രെൻഡ് മാറി. ഇപ്പൊ ഞാൻ അത് വരക്ക് പോകില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. ഒരു പരിധി വരെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ആ പ്രശസ്തമായതുണ്ട് ഭായിയോം ബഹനോ മേരാ നാം രാഹുൽ സവർക്കർ നെയ്യേ മേരാ നാം രാഹുൽ ഗാന്ധി ഹേ. സോ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു. യുവാക്കളെ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പാർട്ടികളും ഇറങ്ങുന്നു, CPM-ഉം ഇറങ്ങുന്നു. എങ്ങനെയാണ് ഈ വിഷയം കാണുന്നത് സാറിന്? ഈ പറഞ്ഞ പോലെ CPM-ന് യുവാക്കളോട് കടന്നു കയറാൻ പറ്റുമോ? RSS-ന് കടന്നു കയറാൻ പറ്റുമോ? കോൺഗ്രസിന് പറ്റുമോ? എങ്ങനെയാണ് കാണുന്നത്? ഒന്ന് 2 3 എന്നുള്ള രീതിയിൽ തന്നെ പറയാം. ഒന്ന്, ഒരു ഇഷ്യൂ കണ്ടെത്തി അത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ്. അത് എത്ര പേര് കൂടുതൽ ആവേശത്തോടെ ആ ഇഷ്യൂവിലേക്ക് ഇടപെടുത്തുന്നോ അതനുസരിച്ച് ആ ഇഷ്യൂവിൽ പങ്കാളിത്തം കൂടി വരും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, ചില കാര്യങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവർ ഈ പ്രശ്നമായിട്ട് യാതൊരു ബന്ധവും കാണില്ല. 2-3 ഉദാഹരണം പറയാം. ഇവിടെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. തൊഴിലില്ലായ്മ ഒരു ഇഷ്യൂ ആയിട്ട് എടുത്താൽ ഒരു മിഡിൽ ക്ലാസ് ആൻഡ് എബോവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം കിട്ടിയവരെന്ന് അർത്ഥം വരുമല്ലോ. ഇപ്പോൾ കേരളത്തിൽ തൊഴിലില്ലായ്മ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം പറയാമോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഒക്കെ സംഭവിച്ചല്ലോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് മോഡിഫൈ ചെയ്യണം. അങ്ങനെ തൊഴിലവസരങ്ങൾ കേരളത്തിൽ ഇല്ലെങ്കിൽ മൈഗ്രേറ്റഡ് എംപ്ലോയീസ് ഇങ്ങോട്ട് വരികയില്ല. ഇവിടെ തൊഴിലുണ്ട്. പക്ഷെ മാനുവൽ ലേബർ ചെയ്യാൻ മടിയുള്ളവരുടെ തൊഴിലില്ലായ്മ എന്ന് പറയണം. മാനുവൽ ലേബർ തെങ്ങ കയറാനും മാവ കയറാനും കക്കൂസ് കുഴിക്കാനും പറ്റാത്തവരുടെ തൊഴിലില്ലായ്മ, അതിന് പോകാൻ പറ്റാത്തവരുടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുടെ തൊഴിലില്ലായ്മ. യുവാക്കളുടെ തന്നെ മൊത്തം ബ്രാൻഡ് ചെയ്ത ക്ലാസിഫിക്കേഷനിൽ പെടുത്തരുത്. വിദ്യാഭ്യാസം കിട്ടാൻ പോലും അവസരം SLC പോലും പഠിക്കാൻ പറ്റാത്ത, സൗജന്യ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും പഠിക്കാൻ പറ്റാത്ത കുട്ടികളുള്ള നാടാണ് ഇന്ത്യ. സത്യമാണ്. ഈ വർഷത്തെ അപ്പോൾ തൊഴിലില്ലായ്മ ഒരു ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ അത് സമൂഹത്തിൽ 20% മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ട്. പക്ഷേ പൊട്ടൻഷ്യൽ അവർക്കാണ്. തെരുവിൽ പ്രകടനം നടത്താനും മുദ്രാവാക്യം വിളിക്കാനും സമരം നടത്താനും ഉള്ള പൊട്ടൻഷ്യൽ അവർക്കുണ്ട്. അതുകൊണ്ടാണ് പറയാം, അത് അവർക്കൊരു കോംപ്രിഹെൻസീവായിട്ട് കർഷകൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കൾ ഇവിടുത്തെ ധനകാര്യമന്ത്രിയായിട്ടിരിക്കുക, സതീശൻ്റെ കൂട്ടോ അല്ലെങ്കിൽ ബാലഗോപാലിൻ്റെ കൂട്ടോ ഇരിക്കുക. 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആർക്ക് കാശ് കൊടുക്കും? ബജറ്റ് മുഖ്യമന്ത്രിയാണെങ്കിൽ ആർക്ക് കൊടുക്കും? ഇവിടെ കർഷകരുടെ കുടിശ്ശികയുണ്ട്. നെല്ലുണ്ടാക്കി നമുക്ക് തന്നിട്ട് ഉള്ള കർഷകരുടെ കുടിശ്ശികയുണ്ട്. വൈദ്യത്തിനുള്ള, ആരോഗ്യത്തിനുള്ള കാശുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ളതുണ്ട്. പിന്നെ കൾച്ചറൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ, ആർട്ട്, ബിനാലെ പോലുള്ള പരിപാടികൾ പ്രോത്സാഹിപ്പിക്കാനുള്ള. ഇതിലേത് കാര്യത്തിന് ആദ്യം കാശ് കൊടുക്കേണ്ടത്? എനിക്ക് തോന്നുന്നു കൾച്ചർ എന്നുള്ള സാധനമൊക്കെ പിന്നീട് ഒരു സെക്കൻഡറി എലമെൻ്ററി ആയിട്ട് നമുക്ക് മാറ്റി വെക്കാം. പ്രൈമറി എന്നുള്ള ആൾക്കാരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഹെൽത്തിന് കൊടുക്കുക. ആദ്യം ഹെൽത്തിൻ്റെ ആവശ്യങ്ങൾക്ക് കൊടുക്കുക. 2 എഡ്യൂക്കേഷൻ്റെ ആവശ്യത്തിന് കൊടുക്കുക. 3 എങ്കിലും അഗ്രികൾച്ചറിന് കൊടുക്കണ്ടേ? അപ്പോൾ ഇവരുടെ മുദ്രാവാക്യത്തിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് വരാൻ പോകുന്ന പ്രശ്നം അവിടെയാണ്. അടിസ്ഥാന പ്രശ്നങ്ങളെ ഇവർ മൊത്തത്തിൽ കാണിക്കുന്നില്ല. അത് പക്ഷേ ഇതിനകത്ത് ഒരു CPM ഒരിക്കലും സാധിക്കില്ല. CPM എന്ന് പറഞ്ഞാൽ ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന സംഘടന ഇതിനെ പറ്റിയതല്ല. മുദ്രാവാക്യം വിളിക്കും. തൊഴിലില്ലായ്മ ഈ അർബൻ മിഡിൽ ക്ലാസിൻ്റെ തൊഴിലില്ലായ്മയ്ക്ക് വേണം മുദ്രാവാക്യം വിളിക്കാം. കാരണം നാളെ ജോലി കിട്ടി ചെന്നാൽ NGO ആയിട്ട് ചെന്നാൽ കേരളത്തിലെങ്കിലും അത് NGO യൂണിയനിലേക്ക് ചേരും എന്നുള്ള ഒരു ധാരണയുണ്ട് അവർക്ക്. ഇവിടെ തൊഴിലവസരങ്ങളുണ്ടോ ഇല്ലയോ? ഇവിടെ തൊഴിലവസരങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വിദേശ രാജ്യങ്ങളാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകരുതെന്നും പറയുന്നുണ്ട് കൂട്ടത്തിൽ. വിദേശ രാജ്യത്തേക്കുള്ള മൈഗ്രേഷൻ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നു പറയും. അപ്പോൾ ജെൻസി കൂട്ടായ്മ മുന്നോട്ട് വെച്ച ഒന്നാമത്തെ കാര്യം ഇത്. ഇപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ വിഷമിക്കാൻ പോകുന്നത്. അത് CPM ഏറ്റെടുക്കുമോ? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അഴിമതിയാണ്.
പൊതുരംഗത്തുള്ള അഴിമതിയാണ് രണ്ടാമത് ഇവർ ഏറ്റെടുക്കുന്നത്. അത് ഏറ്റെടുക്കാൻ എത്ര രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെ CPM സാധിക്കും? CPM റിയാക്ഷൻ എന്താ? CPM അഴിമതിയോടുള്ള റിയാക്ഷൻ എന്താണ്? ഇതിൽ പറച്ചിലല്ല പറഞ്ഞാൽ പ്രവൃത്തിയിൽ അഴിമതിയുള്ള റിയാക്ഷൻ എന്താണ്? ഇന്നൊരു കേസ് തള്ളിക്കളഞ്ഞിരിക്കുക, ബോഫേഴ്സ് കേസിൻ്റെ അപ്പീൽ വർഷങ്ങളായി കിടക്കുക. ലാവലിനെ തോൽപ്പിക്കുമെന്ന് അറിയത്തില്ല. ഇന്നത് ഇനി അപ്പീലും പരിഗണിക്കില്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതി പൂർണ്ണമായിട്ടൊക്കെ അതുമായി ബന്ധപ്പെട്ട് കേസ് തള്ളിക്കളഞ്ഞു. മുഴുവൻ കേസ്. അപ്പോൾ അഴിമതിയാണോ പ്രശ്നം? അഴിമതി പ്രശ്നമായിട്ട് മുൻഗണനയിലെടുക്കാതെ ഇന്ത്യയിൽ ഒരു സാമൂഹിക വിപ്ലവം നടന്നിട്ടില്ല. ജയപ്രകാശിൻ്റെ സമരത്തിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള അഴിമതിയാണ് മുന്നോട്ട് വന്നത് അല്ലേ? മറ്റേതെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടോ? പിന്നെ ആകെ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് മണ്ഡൽ കമ്മീഷനാണ്. മണ്ഡൽ കമ്മീഷൻ കൊണ്ടുവന്ന് പിന്നോക്കക്കാരെ ഉദ്ധരിക്കാൻ നോക്കിയ ആ സംസ്ഥാനങ്ങളിൽ പോലും BJP അധികാരത്തിൽ വന്നു. അവിടെ ജാതിയിലേക്ക് വന്നു. മണ്ഡൽ കമ്മീഷൻ പെട്ടെന്ന് ജാതിയിലേക്ക് വന്നു. ജാതി കൺവേർട്ട് ചെയ്യുന്ന ഇവിടെ, എല്ലാ ജാതിയും കൺവേർട്ട് ചെയ്യുന്ന ഇവിടെ. അവിടെ ഹിന്ദുമതത്തിലാണ് കൺവേർട്ട് ചെയ്യുന്നത്. BJP അവിടെ എന്തിനെ പിടിച്ചു? ഹിന്ദുമതത്തെ പിടിച്ചു. അങ്ങനെയാണ് BJP രാഷ്ട്രീയ അടിത്തറ വളരുകയും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അടിത്തറ ഒത്തിരി ഇല്ലാതാവുകയും ചെയ്തു. ഇപ്പം മുല്യാൻ സിംഗ് ഒക്കെ ജാതി നേതാവാ അല്ലേ? അഖിലേഷ് യാദവ് ജാതി നേതാവാ, ലല്ലു പ്രസാദ് ജാതി നേതാവാ, നിതീഷ് കുമാർ ജാതി നേതാവായിട്ട് ഇവരെല്ലാം മാറ്റി. അതിന് പകരം ഇപ്പോൾ ജൻസിക്ക് പറ്റാൻ പോകുന്ന ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അഴിമതി ഒരു വിഷയമായിട്ട് അവരെടുക്കാമെങ്കിൽ അഴിമതിയായിട്ട് ബന്ധപ്പെട്ടൊരു മുഴുവൻ ഇപ്പോൾ കോൺഗ്രസിന് സഹകരിക്കാൻ പറ്റുമോ? CPM കോൺഗ്രസിനും അതായിട്ട് സഹകരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇനി രണ്ടാമത് വീണ്ടും രണ്ടുപേരും ഇതിൽ കറ കയ്യിലായവരാണ്. അവർക്ക് ആ വിഷയം ബന്ധപ്പെട്ട് അവർക്കത് പറയാം, ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ, ഞങ്ങൾ ആ തെറ്റ് തിരുത്തുന്നു, ഇനി ഉണ്ടായത് നിങ്ങൾക്ക് ഞങ്ങളെ കല്ലെറിയാമെന്നും പറഞ്ഞു വേണം രംഗത്ത് വരാൻ. മാന്യന്മാരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരും. മാപ്പ് പറഞ്ഞുകൊണ്ട് മാത്രം ഗാന്ധിയൻ സത്യസന്ധത കാണിക്കണം. അത് കോൺഗ്രസിനും CPM ബാധകമാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പരീക്ഷാ പരിഷ്കരണം. പരീക്ഷയുടെ കള്ളത്തരങ്ങൾ, എൻട്രൻസ് ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ നടക്കുന്ന കള്ളത്തരങ്ങൾ, അത് PSC അതിനകത്തേക്ക് വരും. അപ്പം PSCയുടെ പരീക്ഷയാണ്. PSCയിൽ നടക്കുന്ന തട്ടിപ്പുകൾ ഇത് ഇല്ലാതാക്കാൻ പറ്റുമോ ഇല്ലയോ? നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഇന്നലെ ജാർഖണ്ഡിൽ വലിയ സമരം നടന്നായിരുന്നു. ജാർഖണ്ഡ് PSCക്കെതിരെ വലിയ തരത്തിലുള്ള അഴിമതി, ഈ പറഞ്ഞ പോലെ മാർക്ക് അട്ടിമറിക്കുന്നു, അവർക്ക് വേണ്ടപ്പെട്ടവർ കൊടുക്കുന്നു. കേരളത്തിലുള്ള അതേ ആരോപണം തന്നെയാണ് അവിടെ നടന്നത്. യുവാക്കൾ രംഗത്തിറങ്ങി എന്നുള്ളതാണ്. അവിടെ റഹ്മാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു പഠിപ്പിക്കാനായിട്ട് എങ്ങനെ മാർക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കാം. അതിൽ ഏറ്റവും എക്സ്പെർട്ട് ഇവിടെയാണ്, കേരളത്തിലാണ് ഏറ്റവും എക്സ്പെർട്ട്. PSC മെമ്പർമാരുടെ എണ്ണം തന്നെ കൂട്ടി. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പ്രതിഷേധിക്കാനായിട്ട് ചെറുപ്പക്കാർ വരുമ്പോഴത്തേക്കും ഈ CPM ജൻസിയുടെ പോളിസി മുഴുവൻ പിന്തുണയ്ക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. PSCയുടെ കാര്യം കണ്ണടക്കണം, കേട്ടില്ലെന്നടിക്കണം അല്ലേ? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വരികയാണ്. പിന്നെ ഇതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, CPM എടുത്തിരിക്കുന്ന നിലപാടിന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ജൻസിയുടെ പരിപാടികളിൽ നന്മയുടെ അംശമുണ്ട്, ജനങ്ങൾക്ക് വിശ്വാസമുള്ള ആവശ്യമുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഹർട്ട് ചെയ്യപ്പെട്ട അഗ്രേവിഡ് പാർട്ടികളായിരിക്കണം സമരത്തിൽ സജീവമായി പങ്കെടുപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ വരികയില്ല. ഏറ്റവും നമ്മൾ ഭയങ്കരമായിട്ട് 2000 നോട്ട് പിൻവലിച്ചു ഇല്ലേ? ഇവിടെ എന്ത് ഭയങ്കര ഹൈപ്പായിരുന്നു. ആത്മഹത്യ ചെയ്യുന്നു, ജീവിക്കാൻ പറ്റുന്നില്ല, പെൻഷൻ. ഈ 2000 മാസം വരുമാനം കിട്ടുന്ന എത്ര ആൾക്കാരുണ്ടെന്നാണ് നിങ്ങൾ വിചാരിച്ചത് ഇന്ത്യയിൽ? 2000 രൂപ മാസം വരുമാനം ദിവസം കിട്ടുന്നവർ ഇല്ലാന്ന് തന്നെ വെച്ചു. 2000 രൂപ വെച്ച് മാസം വരുമാനം കിട്ടുന്ന എത്ര പേരുണ്ട്? ഇവിടെ 2000 കൂടുതൽ അല്ലെ കുറവ് വരുമാനം കിട്ടുന്നവരാണ് കൂടുതൽ പേര്, അല്ലെ ഒരു 4000 കൂട്ടിക്കോ. അവരെല്ലാം അവർക്ക് ആണ്ടിൽ ഒരിക്കൽ 2000 എടുക്കാൻ പറ്റുള്ളൂ. ആ 2000 പിൻവലിച്ച് അവരെ ബോധർ ചെയ്യുന്നില്ലെന്നേ. മിഡിൽ ക്ലാസ്സിനെ 2000 ബോധർ ചെയ്യുമായിരുന്നു. അവരെ ബാധിക്കുന്ന അതുകൊണ്ടാണ് സമരം. ജനപങ്കാളിത്തം ഉണ്ടായോ? ഇനി രണ്ടാമത് ഈ പബ്ലിക് സെക്ടറിൻ്റെ കാര്യം പറയുന്നുണ്ട്. പൊതുമേഖല നശിപ്പിക്കരുത്, മറ്റേതാണ് തൊപ്പിയാണെന്ന് പറയുന്നുണ്ട്. നാഷണലൈസ്ഡ് ബാങ്ക് 1969 ബാങ്ക് നാഷണലൈസേഷൻ വരുമ്പോൾ, ഇന്ദിരാഗാന്ധി അത് കൊണ്ടുവരുമ്പോൾ, ഇന്ത്യയിലെ മുഴുവൻ റിക്ഷാത്തൊഴിലാളി, ഓട്ടോറിക്ഷ തൊഴിലാളി, കർഷക തൊഴിലാളി എല്ലാവരും ആ പരിപാടിക്ക് അനുകൂലമായി ആരും ഓർഗനൈസ് ചെയ്യാതെ ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതൊരു വലിയ സംഭവമായിരുന്നത്. എല്ലാ ബാങ്ക് ദേശവൽക്കരണം ഒരു വലിയ ഇന്ദിരാഗാന്ധിയുടെ തൊപ്പിയിലെ വലിയ പൊന്തൂലായിട്ട് അവിടെ ആഘോഷിച്ചത്, ആദരിച്ചത്. ഇപ്പോൾ ബാങ്കുകൾ പലതും സ്വകാര്യവൽക്കരിക്കുക. എൻ്റെ അങ്ങനെ ഒരു സമരം ഉണ്ടാകാത്ത ഇവിടെ തകരാറ് പറ്റി. തൊഴിലാളി സംഘടനകളും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താ, അല്ലെ കോൺഗ്രസിൻ്റെ നിലപാടെന്താ? അത്തരം മൂവ്മെൻറ്റ് നടത്താൻ പറ്റാത്ത, അതിൻ്റെ ആദ്യം മുമ്പേ പറഞ്ഞ് അഗ്രേവിഡ് പാർട്ടിയെ രംഗത്ത് കൊണ്ടുവരാൻ പറ്റണം. ഇപ്പോൾ അഗ്രേവിഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സാണ്, അല്ല ഏറ്റവും താഴെയുള്ള കസ്റ്റമേഴ്സാണ്. അവരെ രംഗത്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പണി നടക്കില്ല. ഇവിടെ ശമ്പളം, വേതനം എന്ന് പറയും, കൂലി കുറയുന്നു. കൂലി കുറഞ്ഞ നമ്മുടെ ഇവിടെ കണ്ടു ആശാ വർക്കേഴ്സിൻ്റെ സമരം എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കഴിഞ്ഞൊരു 5 വർഷത്തിനുള്ളിൽ നടന്നിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സമരം പറയാം. കോളേജ് പ്രൊഫസേഴ്സിൻ്റെ, ഡോക്ടേഴ്സിൻ്റെ, ശമ്പള വർധനവിന് വേണ്ടി എഞ്ചിനീയേഴ്സിൻ്റെ, ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ
ഒറ്റ സമരം പറയാം. അതിൻ്റെ അർത്ഥം 3 മാസം DA അല്ലെ 3 വർഷം DA കുടിശ്ശിക വന്നാലും കുളകത്തിയാവും സമരം ചെയ്യലിന് എന്ത് കാര്യം തന്നെ കേരളത്തിലെത്തുകയാവും. അപ്പോൾ ഇവരിൽ നിന്നും നമ്മൾ പുരോഗമനപരമായ നടപടികൾക്ക് ജെൻസി പോലുള്ള അവരുടെ അത്തരം പ്രക്ഷോഭങ്ങൾക്ക് ആശയങ്ങൾക്ക് പിന്തുണ കിട്ടും എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല, ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അതുകൊണ്ട് ജെൻസിയിലേക്ക് മാറാനുള്ള സമ്മതം ഒരു തരത്തിൽ മാത്രം നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ജെൻസി നടത്തിയ പ്രക്ഷോഭത്തെ CPM അംഗീകരിക്കുന്നു. അവരുടെ നിലപാടുകൾ, അവരുടെ മുദ്രാവാക്യങ്ങൾ കാലഹരണപ്പെട്ടു പോയിന്ന് സ്വയം സമ്മതിക്കുന്ന, കുറ്റസമ്മതം നടത്തുന്ന CPMൻ്റെ ആദ്യത്തെ തുറഞ്ഞു പറച്ചിലായിട്ട് കണ്ട് നമുക്കതിനെ സ്വാഗതം ചെയ്യാം.